ഐക്കർ UG 2026 അഡ്മിഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ ബെസ്റ്റ് ഏതൊക്കെയാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇതിൽ റെഫർ ചെയ്യുന്നുള്ളത്. NIRF റാങ്കിങ്ങും അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ വാല്യൂ ചെയ്തിട്ടുള്ള ഒരു റാങ്കിങ് ആണ്. ഇതിൽ ഏകദേശം 74 യൂണിവേഴ്സിറ്റികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഐക്കർ 2026 കൗൺസിലിംഗിൽ 73-74 അടുത്ത യൂണിവേഴ്സിറ്റികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള 20 യൂണിവേഴ്സിറ്റീസ് ആണ് നിലവിൽ ഇതിൽ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി പ്യൂർലി ഇത് ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ഇരിക്കരുത്. നിങ്ങൾ ഇത് കൂടാതെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള രീതിയിൽ റിസർച്ച് ചെയ്ത് നിങ്ങൾ കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഞാനിത് ഓവറോൾ ആയിട്ട് എല്ലാവരും കുറെ ആൾക്കാർ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ചെയ്തൊരു കാര്യമാണ്, ചെയ്തൊരു PPT ആണ്. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള 20 യൂണിവേഴ്സിറ്റീസ് ഞാൻ പേഴ്സണലി ഇങ്ങനെ NIRF റാങ്ക് അതുപോലെ തന്നെ ഇവിടുത്തെ അക്കാഡമിക്സ് കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് ഉണ്ടാക്കിയൊരു PDF ആണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നുള്ളത്. അപ്പൊ നമ്മൾ അതിലേക്ക് വരാം. അപ്പൊ നിങ്ങളുടെ CVT UG ഐക്കർ എഴുതിയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ ബേസിക്കലി ഇപ്പൊ ഐക്കറിന്റെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഐക്കറിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തത്. ഇവിടെ ഈ യൂണിവേഴ്സിറ്റികൾ ഏത് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ബെസ്റ്റ് ആയിട്ടുള്ള 20 യൂണിവേഴ്സിറ്റികളാണ് ഞാൻ അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ബേസിക്കലി ഇതിന്റെ ഫസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ സയൻസ്, BHUയിലുള്ള വാരണാസിയിൽ UPയിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇത് റാങ്കിങ് കാര്യങ്ങളൊക്കെ ബേസ്ഡ് ആയിട്ട് കൂടിയിട്ടാണ്. കംപ്ലീറ്റ്ലി നമ്മൾ ഇതിൽ പ്യൂർലി ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. ഇത് കൂടാതെ നിങ്ങളെ പേഴ്സണൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം. NIRF റാങ്ക് മാത്രമല്ല, അല്ലാതെയുള്ള റാങ്ക് കൂടി വാല്യൂ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ പറയുന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറയുമ്പോൾ വാരണാസിയിലുള്ള ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണ്. ഇതിൽ CUT വഴി ഉള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അതുകൂടാതെ അഗ്രികൾച്ചർ ഐക്കർ വഴിയുള്ള ആപ്ലിക്കേഷൻ ഇതിൽ ഓപ്പൺ ആണ്. അപ്പൊ നിലവിൽ ഈ ഒരു യൂണിവേഴ്സിറ്റി ഫോർം ചെയ്തിട്ടുള്ളത് 1916 ഇതൊരു അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് 1968 അപ്പോൾ ബേസിക്കലി ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. എക്സലന്റ് അക്കാഡമിക് റെപ്യൂട്ടേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. മാത്രമല്ല ഈ ഒരു ഇന്ത്യൻ നമ്മളുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെയുള്ള 1100 ചിൽഡ്രൻ യൂണിവേഴ്സിറ്റികളിൽ നമ്പർ 6th വരുന്ന NIRF റാങ്കിൽ 6th വരുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് BHU എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് BHU മെയിൻ ആയിട്ട് പറയുന്നുള്ളത്. അതുപോലെ തന്നെ ക്യാമ്പസ് ലൈഫ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമ്പസ് കാര്യങ്ങളാണ്. നല്ല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉള്ള ക്യാമ്പസ് ആണ്. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദി കോർ പ്ലേസുകളായിട്ടുള്ള ബനാറസിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് BHUവിനെ ഫസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് റാങ്കിൽ വരുന്നത് ഗോവിന്ദ് ബല്ലഭ് പാണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസ്, പാണ്ഡ്നഗർ, ഉത്തരാഖണ്ഡിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. ഞാൻ ഇപ്പൊ തന്നെ പറയാണ്, ഇത് മാത്രം കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. ഇത് കൂടാതെ നിങ്ങളെ പേഴ്സണൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ അന്വേഷിക്കുക. കൂടാതെ NIRF നിങ്ങൾക്കിപ്പോൾ നമ്മളുടെ ഗൂഗിളിൽ പോയാൽ NIRF റാങ്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. NIRF റാങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളുടെ റാങ്ക് കാര്യങ്ങളുണ്ട്. അതിന്റെ ഷീറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഞാൻ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൂടി നിങ്ങൾ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിൽ കാണിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഗോവിന്ദ് ബല്ലഭ് പാണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ. അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റി 1960 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ എന്താ പറയാ, ഫസ്റ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് ഇന്ത്യയിലെ. അതുകൂടി ഇതിൽ മാറ്റർ ആണ്. അതുകൊണ്ട് കൂടിയാണ് ഇതിനൊരു ഇമ്പോർട്ടന്റ് വാല്യൂ വരുന്നത്. 1960 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓഫർ സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ലിങ്കേജ്, എക്സലന്റ് പ്ലേസ്മെന്റ് ആൻഡ് മാസീവ് വെൽ എക്വിപ്ഡ് എക്സ്പെരിമെന്റൽ ഫാംസ് ആൻഡ് ലാബ്സ്. നമുക്കറിയാലോ അഗ്രികൾച്ചർ ഇതിലൊക്കെ നമുക്ക് ലാബ്സ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്, ഫാംസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് ആ ഒരു കോഴ്സ് പഠിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ഇതിൽ മെയിൻ ഒരു കാര്യമാണ്. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ബെസ്റ്റ് പ്ലേസ്മെന്റ് ഉള്ള ക്യാമ്പസ് ഏതാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലൊക്കെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയാ യൂണിവേഴ്സിറ്റി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ കമ്പയർ ചെയ്യുമ്പോൾ ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത് കുറച്ച് ഫീസ് കാര്യങ്ങൾ അധികമാണെന്നുള്ളതാണ്. ഫീസ് കാര്യങ്ങൾ അധികമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ഫീസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൂടുതലായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല, മെയിൻലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നുള്ളത്. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് IARI ആസാമിലുള്ള ഗോഗാമുഖിലുള്ള ധേമാജി ആസാമിലുള്ള ക്യാമ്പസ് ആണ് റാങ്ക് 3 നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇത് 2020 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ക്യാമ്പസ് ആണ്. ന്യൂ ക്യാമ്പസ് ആണ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഇതൊരു IARI ഹബ്ബാണ്. ഇന്ത്യൻ അഗ്രികൾച്ചറിലേക്ക് അതിനുമായി ബന്ധപ്പെട്ടുള്ള IARI ടാഗുള്ള വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ക്യാമ്പസുകൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് റാങ്ക് 3 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ആസാം എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് കുറെ ലിങ്ക് ഉള്ള അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ആസാം ഒക്കെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ അഡ്വാൻറ്റേജ് നമ്മൾ പറയുന്നത് ഗ്രാജുവേറ്റിംഗ് ഫ്രം ഹിയർ പ്രൊവൈഡ്സ് സ്റ്റുഡൻസ് വിത്ത് എ ഹൈലി പ്രസ്റ്റീജിയസ് IRA ടാഗ് എന്ന് പറഞ്ഞ മാതിരി ഈ IRA എന്ന് പറയുന്നത് അഗ്രികൾച്ചറിലുള്ള ഒരു ടാഗാണ്. IRA എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഈ ഒരു ടാഗ് ഭയങ്കര നല്ല ഹൈലി നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും പിന്നീട് നമ്മുടെ ഫ്യൂച്ചറിൽ അഡ്മിഷൻസ് ബാക്കിയുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ജോബിനോ അല്ലെങ്കിൽ ഫ്യൂച്ചർ PG അഡ്മിഷൻസിനൊക്കെ ആയിട്ട് ഇത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും നമ്മളുടെ ഇന്റേൺഷിപ്പിന് കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇത് വൺ ഓഫ് ദി ഗുഡ് ക്യാമ്പസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമ്പസ് ആണ്. പിന്നെ വരുന്നത് റാങ്ക് 4th വരുന്നത് IARI ജാർഖണ്ഡിലുള്ള ക്യാമ്പസ് ആണ്. IARI എന്ന് നേരത്തെ പറഞ്ഞ മാതിരി IARI ടാഗ് എന്നുള്ള ഇതിൽ മെയിൻ ആയിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ IARI ടാഗ് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ടാഗാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമ്പസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2020 മുതലാണ്, 22-23 അക്കാഡമിക് ഇയർ മുതലാണ് ഇതിന്റെ ഐക്കർ അണ്ടറിൽ വരുന്നത്. ഇപ്പോൾ കീ ഫീച്ചേഴ്സ് സിമിലർ ടു അസാം ഹബ്, നേരത്തെ പറഞ്ഞ മാതിരി IARI ആസാം ഉണ്ടല്ലോ അതിന് മാതിരി അതുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം കാര്യങ്ങൾ സെയിം ആണ്. ഗുഡ് ക്യാമ്പസ് ആണ്, അതുപോലെ തന്നെ സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗുഡ് അക്കാഡമിക്സ് ആണ്, എക്സലന്റ് ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. മെയിൻലി നമ്മളിത് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. ലാബ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എക്സലന്റ് ആയിട്ടുള്ള ലാബ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മെയിൻലി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് IARI ടാഗ് കിട്ടും എന്നുള്ളതാണ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു എന്ന് പറയുന്നത് തമിഴ്നാടും ഒരുപാട് പേര് ചോദിക്കുന്നതായിരുന്നു സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് ഏതായിരുന്നു എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ തമിഴ്നാട്ടിൽ കിട്ടുമോ, തമിഴ്നാട് കിട്ടും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. തമിഴ്നാട് ഓഫ് ഗുഡ് യൂണിവേഴ്സിറ്റിയിൽ കൺസിഡർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് അഗ്രികൾച്ചറിന്. തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂരിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാമ്പസുകൾക്ക് ചില മറ്റു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ചിലതൊക്കെ സബ് ക്യാമ്പസുകളൊക്കെ ഉണ്ടാകും. വെള്ളാനിക്കര ഇപ്പോൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് സബ് ക്യാമ്പസ്. അത് കൂടാതെ വെള്ളാനിക്കര ക്യാമ്പസ് ഉണ്ട്, തൃശ്ശൂർ തിരുവനന്തപുരം വെള്ളാണി ക്യാമ്പസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചിലയുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾക്ക് ക്യാമ്പസ് ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ളത് നിലവിൽ അതൊന്നും അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല, ഡയറക്റ്റ് ക്യാമ്പസുകളുടെ പേര് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത 1971 കുറെ മുമ്പേ എസ്റ്റാബ്ലിഷ് ചെയ്ത ക്യാമ്പസാണ് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. നമുക്കറിയാം തമിഴ്നാട് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് ഭയങ്കര കുറച്ചുകൂടി ഒരുപാട് അഗ്രികൾച്ചർ ഫാംസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാര്യം കൂടി ഇതിൽ നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ കീ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നുള്ളത് വൺ ഓഫ് ദി ബെസ്റ്റ് സൗത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയാണ് അഗ്രികൾച്ചർ. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ടീച്ചിങ്, റിസർച്ച് വർക്ക് ആൻഡ് ഇൻഡസ്ട്രിയൽ ലിങ്കേജ്, ഇതിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പസുകൾ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തമിഴ്നാട് എന്ന് പറയുന്നത്. പിന്നെ ഓഫേഴ്സ് ഗ്രേറ്റ് പ്ലേസ്മെന്റ് ഫെസിലിറ്റീസ്. നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ആർ എൻകറേജ് ടു അപ്ലൈ ദോ ദേ മേക്ക് ലിറ്റിൽ ടൈം ടു അഡ്ജസ്റ്റ് ടു ന്യൂ റീജിയൻ എന്ന് പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്താണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താണ്. സൗത്ത് ഇന്ത്യക്കാർക്കാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പസ് തന്നെയാണ് ഇത്. ബെസ്റ്റ് വൺ ഓഫ് ദി ഗുഡ് ക്യാമ്പസുകളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ നല്ല പ്ലേസ്മെന്റ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മലയാളീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ആൾക്കാരാണ്. അവിടെയുള്ള ഫാക്കൽറ്റീസ് ആണെങ്കിലും ബാക്കിയുള്ളവരാണ്. നമ്മൾ മുമ്പ് പഠിച്ച സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, കുഴപ്പമില്ലാത്ത ഓക്കെ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അഗ്രികൾച്ചറിന്റെ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ളതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ലുധിയാന പഞ്ചാബിലുള്ള ഇത് വൺ ഓഫ് ദി ഗുഡ് യൂണിവേഴ്സിറ്റികളാണ്. ഇത് ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്താ ആദ്യത്തെ ടോപ്പിൽ 3 വരാത്തതെന്ന്. നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഇത് ചില കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഇത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും വെക്കേണ്ടതാണ്. ഈ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒക്കെ NIRF റാങ്കിൽ ടോപ്പിൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ്. നിങ്ങൾ ഇത് കൂടാതെ നിങ്ങൾ ഗൂഗിളിൽ NIRF റാങ്കിങ് 2025 ഫോർ അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളുടെ NIRF റാങ്കിങ് വരും. അതിൽ ടോപ്പിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ കൂടി നിങ്ങൾ നോക്കിയിട്ട് മാത്രം റാങ്ക് ഈ ഒരു നിങ്ങളുടെ ചോയ്സ് ഫില്ലിംഗ് ചെയ്താൽ മതി എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ലുധിയാന പഞ്ചാബിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നുള്ളത്. 1962 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇവിടുത്തെ പറയുന്നത് എക്സലന്റ് ആയിട്ടുള്ള ലാബ്സ് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഫാംസ് കാര്യങ്ങൾ. നമുക്കറിയാം പഞ്ചാബ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ അഗ്രികൾച്ചറിന്റെ ഒരു ഹബ്ബായിട്ട് ഒരു മദർ ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം അഗ്രികൾച്ചറിന്റെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തുള്ള ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പെരിമെന്റ് വർക്ക് ആണെങ്കിലും ഫീൽഡ് വർക്ക് ആണെങ്കിലും ഇന്റേൺഷിപ്സ് കാര്യങ്ങളൊക്കെ അതിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും. പിന്നെ ബേസിക്കലി മെയിൻ ആയിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ ആണ്. കുറച്ച് ഫീസ് സ്ട്രക്ചർ ഹൈ ആണെന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നുള്ളത്. എനിക്ക് ഫീസ് സ്ട്രക്ചർ കാര്യങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്താൽ മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ അടുത്തത് നോക്കുന്നത് ചൗധരി ചരൺ സിംഗ് ഹരിയാന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ്. ഹിസാറിൽ ഹരിയാനയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ്. ഇത് 1962 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി ആണ്. റിനോവഡ് ഫോർ എക്സലന്റ് ലാബ്സ് ആൻഡ് ലാർജ് ഫാം സൈസ് വിച്ച് അലോ ഫോർ പ്രോപ്പർ കണ്ടക്ഷൻ ഓഫ് എക്സ്പെരിമെന്റൽ വർക്ക്.
നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിത് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് എക്സ്പെരിമെന്റൽ വർക്ക്സ് ആണ് ചെയ്യാനുള്ളത്. ബേസിക്കലി അതാണ് കൂടുതലായി ചെയ്യാനുണ്ടാവുക. അപ്പൊ അതിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ് ഹരിയാനയിലുള്ള. ഹരിയാന എന്ന് പറയുന്ന പഞ്ചാബ് പോലെ മറ്റൊരു അഗ്രികൾച്ചറിന് പേര് കേട്ട ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റിലുള്ള ഒരു ക്യാമ്പസ് ആണിത്. ഇവിടുത്തെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്ന ഫീസ് സ്ട്രക്ചർ ആണ് മെയിൻലി. അപ്പൊ ഇതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത യൂണിവേഴ്സിറ്റികൾ നോക്കാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പുസ, സമസ്തിപൂർ, ബീഹാറിലുള്ള ക്യാമ്പസ് ആണ്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള 1970-ലാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് 2016 ഇത് ഈ ഒരു ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാമ്പസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റി അറിയാലോ, എനിക്ക് പറയേണ്ട ആവശ്യമില്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്താണെന്നുള്ളത്. അപ്പോൾ പിന്നെ ഇതിൽ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ഇന്ത്യസ് 3 സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് ഹോൾഡിംഗ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് കണക്ടഡ് ടു പ്യൂസ. വൺ ഓഫ് ദി ഇന്ത്യസ് 3 സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. നമ്മൾ പറഞ്ഞില്ല, സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളായിട്ട് ഇന്ത്യയിൽ 3 സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണുള്ളത്. അപ്പോൾ അതിൽ വൺ ഓഫ് ദി മെയിൻ ആയിട്ട് വരുന്ന യൂണിവേഴ്സിറ്റികളിൽ വരുന്നതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള കുറച്ച് ചരിത്രപരമായിട്ടുള്ള കുറച്ചുകൂടി വേറുള്ള ഹിസ്റ്ററി ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫീസ് കുറവാണ്, അതുപോലെ തന്നെ എക്സലന്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഗുഡ് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ഈ 3 സാധനങ്ങളാണ്. ഫീസ് കുറവാണ്, നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഗുഡ് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ 3 കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വരുന്ന അടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസ്, ബാംഗ്ലൂരിലുള്ള കർണാടകയിലുള്ള ക്യാമ്പസ് ആണ്. അപ്പോൾ ഇതിന്റെ 1964-ലാണ് ഈ ഒരു ക്യാമ്പസ് നമ്മൾ നിലവിൽ വരുന്നത്. ഇപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇത് ഞാൻ റാങ്ക് 9th-ലാണ് കൊടുത്തത്. നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കണമെന്നാണ്, നിങ്ങൾ നിർബന്ധമായും കൊടുക്കണം. നിങ്ങൾക്ക് ഏത് ക്യാമ്പസ് ആണോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ക്യാമ്പസുകൾ നിങ്ങൾ ആദ്യത്തെ പ്രയോറിറ്റിയിൽ വെക്കണം. എന്നാലും നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്, കൂടാതെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ക്യാമ്പസുകൾ നിങ്ങൾ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അഗ്രികൾച്ചർ കോഴ്സിന് വേണ്ടി മാത്രമല്ല, ഇത് എല്ലാ കോഴ്സുകളും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഹോർട്ടിക്കൾച്ചർ, സെരികൾച്ചർ, അല്ലാതെ ഫോറസ്ട്രി, അതുപോലെ തന്നെ ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, അങ്ങനെ എല്ലാ കോഴ്സുകൾക്കും ഈ പല യൂണിവേഴ്സിറ്റികളും ഈ ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി പറയാൻ പോകുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ 20 യൂണിവേഴ്സിറ്റികളിലെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസ് ബാംഗ്ലൂർ കർണാടകയിലുള്ള ക്യാമ്പസ് 1964-ലുള്ള ക്യാമ്പസ് ആണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഫസ്റ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇൻ സൗത്ത് ആണ്. സൗത്തിൽ ആദ്യത്തെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ്, ആൻഡ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി കൂടിയാണ്. അക്കാഡമിക് കീ ഫീച്ചേഴ്സിൽ പറയുന്നത് അക്കാഡമിക്കലി എക്സ്പെഷൽ വിത്ത് ഗ്രേറ്റ് ഇൻഡസ്ട്രിയൽ ലിങ്കേജ്, റിസർച്ച് ഔട്ട്പുട്ട്സ് ആൻഡ് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊരു ഹബ്ബാണ്, ടെക് ഹബ്ബാണ്. നമുക്കിത് ടെക്കുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പസ് കൂടിയാണ്. നമുക്ക് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള, കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ക്യാമ്പസുകളിൽ ഒന്നായി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസാണ് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസ് ബാംഗ്ലൂരിലുള്ളത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ കൂടി നോക്കുക. പിന്നെ ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത് ലിവിങ് എക്സ്പെൻസും അതുപോലെ തന്നെ ഫീസും കുറച്ച് ഹയർ ആയിരിക്കും. ബാംഗ്ലൂർ ആണ്, നിങ്ങൾക്കറിയാം, കുറച്ച് ആ ഒരു ഇതായതുകൊണ്ട് തന്നെ കുറച്ച് അത്ര എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് 10th പറയുന്നത് റാണി ലക്ഷ്മി ബായ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഝാൻസിയിലുള്ള യു-പിയിലുള്ള ക്യാമ്പസ് ആണ്. അപ്പോൾ ഇത് 2014 ഉണ്ടാക്കിയ ഒരു ക്യാമ്പസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യാസ് വൺ ഓഫ് ഇന്ത്യാസ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 3 സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു റാണി ലക്ഷ്മി ബായ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. വൺ ഓഫ് ദി ഗുഡ് യൂണിവേഴ്സിറ്റികളിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇവിടുത്തെ ടീച്ചിങ് എൻവയോൺമെന്റ് അതുപോലെ തന്നെ ടോപ്പ് ടെയർ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങളായിട്ട് പറയുന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റിയിൽ ടോപ്പിലായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ വരുന്നത് ഈ ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ 20 യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ 20 യൂണിവേഴ്സിറ്റികൾ നിങ്ങളെ പ്രയോറിറ്റിയിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വെക്കുന്നതായിരിക്കും. ആദ്യത്തെ 20-ൽ ഈ ഞാൻ പറയുന്ന യൂണിവേഴ്സിറ്റികൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും ഇത് എന്നിരുന്നാലും. അപ്പോൾ നിങ്ങൾ നോക്കുക. പിന്നീട് നിങ്ങളുടെ ബാക്കി 21 മുതൽ 20, 30, 50 വരെയുള്ള പ്രയോറിറ്റീസ് നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രയോറിറ്റീസ് വെക്കാം. ആദ്യത്തെ 20-ൽ ഇത് ഉൾപ്പെടുത്താൻ പറ്റിയാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള സജഷൻസ് പറയുന്നത്. നിങ്ങൾക്ക് അത് നോക്കാം എന്താണെന്നുള്ളത്. പിന്നെ വരുന്നത് ചൗധരി സർവാൻ കുമാർ ഹിമാചൽ പ്രദേശ് കൃഷി വിശ്വവിദ്യാലയ പലംപൂർ ഹിമാചൽ പ്രദേശ്. അപ്പൊ ഇത് 11th റാങ്കിലാണ്. ഈ റാങ്കിങ് ഒഫീഷ്യൽ ആയിട്ടുള്ള റാങ്കിങ് ഒന്നുമില്ല, നമ്മൾ ഇട്ട ഒരു റാങ്കിങ് ആണ്. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1978-ലാണ്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസസ് ഇൻ ഹോർട്ടിക്കൾച്ചർ ആൻഡ് ഹില്ലി അഗ്രികൾച്ചർ റിസർച്ച് വിത്ത് റീസണബിൾ ഫീ സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു കോഴ്സിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നുള്ളത്. അതല്ലാതുള്ള കോഴ്സോടെ പ്രൊവൈഡ് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഐക്കറിന്റെ കൗൺസിലിംഗ് ബ്രൗസറിൽ കയറിയാൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്യാമ്പസ് ലൈഫ് ഹൈലി റെക്കമെൻഡഡ് ഫോർ സ്റ്റുഡൻസ് ഹൂ ലവ് നേച്ചർ ആൻഡ് വാണ്ട് ടു സ്റ്റഡി ഇൻ എ പീസ്ഫുൾ ഹിൽ സ്റ്റേഷൻ എൻവയോൺമെന്റ്. നേരത്തെ പറഞ്ഞു നമ്മൾ ഹിമാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ നമുക്ക്
കുറെ ഇങ്ങനെ കാണാൻ കുറെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മ വരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷിംലക്ക് അടുത്തുള്ള ഒരു ക്യാമ്പസാണ് ഹിമാചൽ പ്രദേശ് ഒക്കെ പറയുമ്പോൾ നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉള്ള പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ അടിച്ചു പിടിച്ച് പഠിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിരിക്കും ഈ ഹിമാചൽ പ്രദേശിലുള്ള ചൗധരി കുമാർ ഹിമാചൽ പ്രദേശ് കൃഷി വിദ്യാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാം. റാങ്ക് 12 നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആനന്ദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് ഗുജറാത്തിലുള്ള. 2004 ഈ ഒരു ക്യാമ്പസ് നിലവിൽ വരുന്നത്. കീ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് ലൊക്കേറ്റഡ് ഇൻ ദി മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, മേക്കിംഗ് ഇറ്റ് എ പവർ ഹൗസ് ഓഫ് ഡയറി സയൻസ് ആൻഡ് അഗ്രികൾച്ചർ റിസർച്ച്. ഡയറി ടെക്നോളജി അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഡയറി ടെക്നോളജി എന്നുള്ള കോഴ്സുകൾക്കൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾക്ക് അതിന്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. ഒഫീഷ്യൽ ബ്രോഷറൊക്കെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അഗ്രികൾച്ചർ റിസർച്ച് അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓഫേഴ്സ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അറ്റ് റീസണബിൾ പ്രൈസ്. കുറഞ്ഞ ഫീസിൽ നല്ല ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ആനന്ദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ വരുന്ന 13th നവറസ അഗ്രികൾച്ചർ നവ്സാരി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഗുജറാത്തിൽ തന്നെയുള്ള ഒരു ക്യാമ്പസ് ആണ്. 2004 എസ്റ്റാബ്ലിഷ് ചെയ്തത്. കീ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് പേഴ്സണൽ ഫേവറേറ്റ് ഓഫ് ദി ക്രിയേറ്റർ ഡ്യൂ ടു നമ്മളിതിൽ എന്താ പറയാ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മൾ ബെസ്റ്റ് ആയിട്ട് പറയുന്ന സമയത്ത് മെൻഷൻ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളാണ്. ബാക്കിയുള്ള കുട്ടികൾ ചോദിക്കുമ്പോൾ അവർ പറയാറുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഫീസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഫോറസ്റ്റ് അതുപോലെ ഹോർട്ടിക്കൾച്ചർ പോലുള്ള കോഴ്സുകൾക്ക് നല്ല പ്രോഗ്രാമുകളാണ്. കൂടാതെ കുറഞ്ഞ മോഡറേറ്റ് ആയിട്ടുള്ള ആവറേജ് ആയിട്ടുള്ള ഒരു ഫീസാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. നമ്മളിപ്പോൾ പൊതുവെ ഇങ്ങനെ പുറത്തേക്കുള്ള കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയാറുള്ള ഒരു സാധനമാണ് ഇത് അത്യാവശ്യം നല്ല ക്യാമ്പസ് ആണ്. നവസാരി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറയുന്ന വൺ ഓഫ് ദി ഗുഡ് ക്യാമ്പസുകൾ ഉൾപ്പെടുത്താൻ പറ്റിയൊരു ക്യാമ്പസ് ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. 14th ആണ് ബിധാൻ ചന്ദ്ര കൃഷി വിശ്വവിദ്യാലയ മോഹൻപൂർ വെസ്റ്റ് ബംഗാളിലുള്ള ക്യാമ്പസ് ആണ്. ഇതിൽ ഏകദേശം 1974 ഈ ഒരു ക്യാമ്പസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓഫ് ദി ഓൾഡസ്റ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇൻ ഈസ്റ്റ് ഇന്ത്യയിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമ്പസുകളിൽ ഉള്ള ക്യാമ്പസ് ആണ് ഇത്. വെസ്റ്റ് ബംഗാളിലുള്ളതാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. മോഹൻപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. 1974 കുറച്ചുകൂടി വൈകിയ ക്യാമ്പസ് ആണ്, മുമ്പുള്ള ക്യാമ്പസ് ആണ്. സ്പെഷ്യലൈസ് ഇൻ റൈസ് ആൻഡ് അക്വാ കൾച്ചർ റിസർച്ച്, ബോസ്റ്റ് അഫോർഡബിൾ പ്രൈസ് ആൻഡ് വെൽ കണക്റ്റഡ് ടു കൊൽക്കത്ത. കൊൽക്കത്തയുമായിട്ട് അടുത്ത കണക്ഷൻ ഉള്ള ക്യാമ്പസ് ആണ്. മാത്രമല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാര്യം കൂടി നോക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇതൊക്കെ നിങ്ങൾക്ക് ടോപ്പിലായിട്ടുള്ള പ്രയോറിറ്റിയിൽ വെക്കാൻ പറ്റുന്ന ക്യാമ്പസുകളാണ്. അടുത്ത് വരുന്ന ഒഡീഷ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇത് വൺ ഓഫ് ദി ഗുഡ് ക്യാമ്പസുകളാണ്. കീ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് ഗ്രേറ്റ് ക്യാമ്പസ് വിത്ത് വെരി റീസണബിൾ ഫീസ് ആൻഡ് സ്ട്രോങ് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി. നമ്മളിത് എപ്പോഴും പറയുമ്പോൾ നോക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ പ്ലേസ്മെന്റ് കാര്യങ്ങളാണ്. പ്ലേസ്മെന്റ് ഒക്കെ അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് ഒക്കെ ഉള്ള ക്യാമ്പസ് ആണ് ഒഡീഷ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇംഫാൽ മണിപ്പൂരിലുള്ള ഇത് അത്യാവശ്യം ഗുഡ് നല്ല ക്യാമ്പസ് ആണ്. ഇന്ത്യസ് ഫസ്റ്റ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. നേരത്തെ ഞാൻ പറഞ്ഞു 3 സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇംഫാൽ മണിപ്പൂരിലുള്ളത്. 1993 ഇത് എസ്റ്റാബ്ലിഷ് ആയി വരുന്നത്. കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെവിലി ഫോക്കസ് ഓൺ ഹില്ലി അഗ്രികൾച്ചർ, റീജിയണൽ ക്രോപ്സ് ആൻഡ് എക്സ്റ്റൻസീവ് റിസർച്ച് ഓൺ റൈസ്. അപ്പോൾ ഇതിൽ കീ ഫോക്കസ് കൊടുക്കുന്നത് ഈ ക്യാമ്പസ്. ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ വീഡിയോസിലോ അല്ലെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽ ബ്രോഷർ നോക്കിയാൽ മതിയാവും. നമ്മൾ ഇതിന്റെ കൗൺസിലിംഗ് ഒക്കെ വൈകുന്നിട്ട് ഹെൽപ്പ് ഡെസ്ക് ഒക്കെ ആക്റ്റീവ് ആണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ നമ്മൾ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇന്നൊരു സെഷൻ കൂടിയൊക്കെ വെക്കുന്നുണ്ട്. കമ്മിങ് ഡേയ്സിലൊക്കെ സെഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ റാങ്ക് 17 ഉൾപ്പെടുത്താണ് ഇന്ദിരാഗാന്ധി കൃഷി വിശ്വവിദ്യാലയ റായ്പൂർ ഛത്തീസ്ഗഡിലുള്ള 1987 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ക്യാമ്പസ് ആണ്. റൈസ് ബോൾ ഓഫ് ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ റൈസ് ബോൾ ഓഫ് ഇന്ത്യ അലോവിംഗ് ഫോർ എക്സലന്റ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഓൺ റൈസുമായി ബന്ധപ്പെട്ടുള്ള എക്സലന്റ് ആയിട്ടുള്ള റിസർച്ചുകൾക്ക് ചെയ്യാൻ പറ്റിയുള്ള ബെസ്റ്റ് ക്യാമ്പസുകളിൽ ഒന്നാണ് ഇന്ദിരാഗാന്ധി കൃഷി വിശ്വവിദ്യാലയം എന്ന് പറയുന്ന റായ്പൂർ ഛത്തീസ്ഗഡിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഫെയർ ഫീസ് പെയ്ഡ് വിത്ത് ഗുഡ് ഹോസ്റ്റൽ ആൻഡ് ടീച്ചിങ് ഫെസിലിറ്റീസ്. നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല ടീച്ചിങ് ഫെസിലിറ്റീസ് ഉണ്ട്. കൂടാതെ ഫെയർ ആയിട്ടുള്ള ഫീസാണ് ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. പ്ലേസ്മെന്റ് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമ്മൾ റാങ്ക് 18 ജവഹർലാൽ നെഹ്റു കൃഷി വിശ്വവിദ്യാലയ ജബൽപൂരിലുള്ള MPയിലുള്ള ക്യാമ്പസാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത 1964 കീ ഫീച്ചേഴ്സ് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ഇന്ത്യസ് ഓൾഡസ്റ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ്
ഹൈലി സ്പെഷ്യലൈസ്ഡ് ഇൻ സോയാബീൻ ആൻഡ് പൾസ് റിസർച്ച്. സോയാബീൻ അതുപോലെ തന്നെ പൾസ് റിസർച്ചിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പസ് കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യയിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു കൃഷി വിശ്വവിദ്യാലയ ജബൽപൂർ MP-യിലുള്ളത്. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗ്രേറ്റ് കണക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രോങ് ഹോസ്റ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബാലൻസ്ഡ് ഫീസ് സ്ട്രക്ചർ, മീഡിയം ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളാണ്. നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ്, ഗ്രേറ്റ് കണക്ടിവിറ്റി ഉണ്ട്, മെയിൻ ടൗണിലേക്കുള്ള കണക്ടിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഫാമിലേക്കുള്ള കണക്ടിവിറ്റിയെ പറ്റിയിട്ടാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മഹാറാണ പ്രതാപ് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി, ഉദയ്പൂർ രാജസ്ഥാനിലുള്ള. ഏകദേശം 1962 ഈ ഒരു ക്യാമ്പസ് വരുന്നത്. ഗ്രാൻഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് 1999 1999 യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഗ്രാൻഡഡ് ആയിട്ട് വരുന്നത്, ഈ ഒരു സ്റ്റാറ്റസ് ഗ്രാൻഡായി വരുന്നത്. അപ്പോൾ ഇതിൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ആരിഡ് ആൻഡ് ഡ്രൈ ലാൻഡ് റിസർച്ച് ആണ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് ഓഫ് ബ്യൂട്ടിഫുൾ ക്യാമ്പസ്, ഗുഡ് ഹോസ്റ്റൽസ് ആൻഡ് ഗുഡ് എക്സ്റ്റെൻസീവ് എക്സ്റ്റൻഷൻ വർക്ക് റിഗാർഡിംഗ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പോൾ നല്ല ക്യാമ്പസ് ആണ്, നല്ല ഹോസ്റ്റൽ കാര്യങ്ങളുണ്ട്. എക്സ്റ്റൻഷൻ വർക്ക് റിഗാർഡിംഗ് റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എക്സ്റ്റെൻറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് കാര്യങ്ങൾ റീസെന്റ് ആയിട്ട് ഉണ്ടായ ഒരു ക്യാമ്പസ് ആണ്. പിന്നെ വരുന്നത് ഉത്തര ബംഗ കൃഷി വിശ്വവിദ്യാലയ, കൂച്ച് ബിഹാർ വെസ്റ്റ് ബംഗാളിലുള്ള 1981 ക്യാമ്പസ് വരുന്നത്. Focus especially on the agroclimatic conditions of North Bengal. Advantages of a specialized research in tea and jute alongside good infrastructure and hostel facilities. നല്ല ഗുഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ട്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ടീ ആൻഡ് ജൂട്ടിലാണ് ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബെസ്റ്റ് 20 നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ PDF ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മറ്റൊരു ഷീറ്റ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും, നിങ്ങളത് കൂടി നോക്കാം. ഇതെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ PDF വേറെ ആയിരുന്നു, ഇത് വേറൊരു ഷീറ്റാണ്. ഞാനിതിൽ മെയിൻലി NIRF റാങ്കിങ് ബേസ്ഡ് ആയിട്ടുള്ള ഇതിന്റെ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിൽ പറയുന്നുള്ളത്. നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉണ്ടാവായിരിക്കും. ഞാനിതിൽ ഏകദേശം 73 യൂണിവേഴ്സിറ്റികളാണ് ഐക്കറിന്റെ അണ്ടറിൽ കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഇതിൽ ഏകദേശം 74 യൂണിവേഴ്സിറ്റികളാണ് ഐക്കർ കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 73 യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ ടോപ്പിൽ വരുന്നത് കുറച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 31 യൂണിവേഴ്സിറ്റികളാണ് അത് കാറ്റഗറി ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും ഏതൊക്കെയാണെന്നുള്ളത്. ഞാനതിൽ ഓരോന്നും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോവാണ്. NIRF റാങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് ഇത്. NIRF റാങ്ക് ആൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ബെസ്റ്റ് ക്യാമ്പസുകളാണ്. അപ്പൊ ഇത് എന്ന് പറയുന്നുള്ളത്, ഇപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റിയിൽ കൊടുക്കുമ്പോൾ ടോപ്പിലാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്താൽ മതി. ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഷീറ്റ്. അപ്പൊ അത് നിങ്ങൾ റെഫർ ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ടോപ്പ് ഐക്കർ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാലുള്ള ക്യാമ്പസ്, ഹരിയാന ക്യാമ്പസ്, ലുധിയാന, അതുപോലെ തന്നെ ഫാക്കൽറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസ് BHU ക്യാമ്പസ്, ഷെറി കാശ്മീരി യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസ് ടെക്നോളജി കശ്മീർ, ഷാലിമാർ ക്യാമ്പസ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. ഞാൻ ഈ ഷീറ്റ് എന്തായാലും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഐക്കർ UG 2026 കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. കറക്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ കൊടുക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.